എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ആ ബേർഡിന്റെ ചുമലിലിരുന്ന് അങ്ങനെ മുൻപോട്ട് പോവാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടി തോന്നും. അവന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരും. കാരണം അവന് ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം വളരെ വിയേഡാണ്. മാത്രമല്ല ഒരുപാട് ഡേഞ്ചർ ബോർഡുകളും സൈനുകളും ഒക്കെ അവൻ ചുറ്റും കാണും. എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ, ഒരുപക്ഷെ ഞാനിപ്പോ ഏതെങ്കിലും അപകടത്തിലേക്കായിരിക്കോ പോവുക, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചെയ്ത നല്ല കാര്യത്തിന് പ്രത്യുപകാരമായിട്ട് ഈ ബേർഡ് എന്നെ ആ ഫ്ലാഗിന്റെ അടുത്തേക്കായിരിക്കും കൊണ്ടുപോവുക എന്നൊക്കെ ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ജിമ്മൻ പയ്യൻ അവനാണെങ്കിൽ നിർത്താതെ ഇപ്പോഴും ആ ഒരു വലിയ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ ജിമ്മൻ ഒരുപാട് അടിയൊക്കെ കിട്ടി അവൻ താഴെ വീണ് കിടക്കും. ചോര തുളുമ്പി ഒരുപാട് വേദനയിൽ അവൻ കരയും. ഇനി എന്തെങ്കിലും ചെയ്ത് അതിനെ തടുത്തേ മതിയാവെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ കഴുത്തിലുണ്ടായിരുന്ന മെറ്റൽ പീസ് എടുത്ത് കടിക്കുകയാണ്. അടുത്ത നിമിഷം ആ മെറ്റൽ പീസ് കൊണ്ട് ഉണ്ടാക്കിയ വലിയൊരു വെപ്പൻ അവന്റെ കയ്യിലേക്ക് കിട്ടും. ആക്ച്വലി അവന്റെ കഴുത്തിൽ ഒരുപാട് മെറ്റൽ പീസുകളുണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ അവൻ ബൈറ്റ് ചെയ്ത അതുകൊണ്ടുണ്ടാക്കിയ ഒരു വെപ്പൻ അവന് കിട്ടും. അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ ഡീമൺ കിങ് ആവാനുള്ള ഒരു ലെഗസി അതവൻ വായിച്ചായിട്ട് ഓർക്കും. ആ ലെഗസി അതവന്റെ വീട്ടിൽ തന്നെ ചെറുപ്പം മുതലേ അവൻ കണ്ടും വായിച്ചും വളർന്നാണ് വന്നത്. അന്നു മുതലുള്ള അവന്റെ ആഗ്രഹമാണ് ഡീമൺ കിങ് അത് അവനാകണമെന്ന്. അവന്റെ ചേട്ടനും ചേച്ചിക്കും ഒക്കെ തന്നെ അവനൊരു ഡീമൺ കിങ് ആയിട്ട് മാറണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അവന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. കട്ട് ചെയ്ത പ്രസന്റില് അവനങ്ങനെ നിലവിളിച്ച് ആ ഡീമൺ അറ്റാക്ക് ചെയ്യാൻ അതിന്റെ അടുത്തേക്ക് ഓടി അടുക്കും. എനിക്ക് മരിക്കാൻ പേടിയില്ല, മരിക്കുന്നതിന് മുൻപ് ഞാൻ പോരാടി മാത്രമേ മരണം ഭരിക്കൂ എന്ന് പറഞ്ഞ് അവൻ ആ സ്ക്വാഡ് ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും അതിനെ ആഞ്ഞു വെട്ടും. പക്ഷെ അതിനാണെങ്കിൽ ഒരു പോറല് പോലും ഏൽക്കില്ല. അത് സിമ്പിൾ ആയിട്ട് ആ സ്ക്വാഡ് തട്ടിത്തെറിപ്പിക്കുകയാണ്. അവൻ ചാടിപ്പോയി ആ സ്ക്വാഡ് ക്യാച്ച് ചെയ്ത് വീണ്ടും അതിനെ വെട്ടാനായിട്ട് അതിന്റെ അടുത്തേക്ക് തന്നെ വരും. ആ ഡീമൻ ആണെങ്കിൽ അടുത്തേക്ക് വരെ അവന് മനസ്സിലാവും അവൻ മരിക്കാൻ പോവാണെന്ന്. അവൻ മരിക്കാൻ തയ്യാറാവും. അത് ക്ലോസ് എത്തി അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കൈ നീട്ടും. അടുത്ത നിമിഷം ആരോ അവന്റെ മുൻപിലേക്ക് ചാടി വീഴുകയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഹീറോ. അവന് മുകളിലായിട്ട് ആ ബേർഡ് ആണെങ്കിൽ ഇപ്പൊ ആ ബീസ്റ്റിനോട് എന്തൊക്കെയോ സംസാരിക്കാനായിട്ട് തുടങ്ങും. ആ ബേർഡ് പറയുന്നത് കേട്ട് ബീസ്റ്റ് അറ്റാക്ക് ചെയ്യാതെ അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ജിമ്മനാണെങ്കിൽ കലി കയറും. നീ എന്താ ഇവിടെ, നിനക്ക് എന്ത് വേണം, നീ എന്തിനാ എന്റെ ഫൈറ്റിനിടയിലേക്ക് കയറി വന്നേ? അതിന് ഹീറോ പറയും, ഞാൻ നീ ഒരപകടത്തിൽ പെട്ട് കിടക്കാണെന്ന് മനസ്സിലാക്കിയാണ് നിന്റെ അടുത്തേക്ക് വന്നത്. ഒരപകടത്തിൽ പെടുമ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ് അപകടത്തിൽ പെടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അവരുടെ അടുത്തേക്ക് വരണ്ടേ, അതിൻ്റെ കടമയല്ലേ? ഹീറോ ആണെങ്കിൽ ഇപ്പൊ ആ ബീസ്റ്റിനോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ നിന്നെയും ഒന്നും ചെയ്യില്ല എന്ന് പറയുന്ന ഗ്യാപ്പില് ആ ജിമ്മനാണെങ്കിൽ വീണ്ടും ആ സ്ക്വാഡ് എടുത്ത് അതിനെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുകയാണ്. അതുകൊണ്ട് ഹീറോ അവൻ ആ ജിമ്മനെ നോക്കി നൈസായിട്ടൊന്ന് ചിരിക്കും. ഒരു കാരണവശാലും അതിനെ ഇനി അറ്റാക്ക് ചെയ്യാൻ പാടില്ല, നിന്റെ സ്ക്വാഡ് അത് താഴെയിട്. ഹീറോ അത് പറയേണ്ട താമസം അടുത്ത നിമിഷം അവൻ ആ സ്ക്വാഡ് താഴെയിട്ട് തല താഴ്ത്തി നിൽക്കും. ഹീറോയും ജിമ്മനും അവർ രണ്ടുപേരും ഇപ്പൊ അതിനു മുൻപിൽ കൈ ഉയർത്തും. ആ ഡീമൻ ആണെങ്കിൽ ഹീറോയെ നോക്കി തല വണങ്ങി അവിടുന്ന് കടന്നു പോവാണ്. ജിമ്മനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇവൻ ശരിക്കും ആരാ? ബീസ്റ്റുകളും ഡീമൻസും എല്ലാം തന്നെ ഇവന്റെ മുൻപിൽ താണു വണങ്ങുന്നൊക്കെ ചിന്തിച്ച് അവൻ ഹീറോയെ നോക്കി നിൽക്കും. അടുത്ത നിമിഷം നമ്മുടെ എയ്സും പച്ചപ്പെണ്ണും അവർ രണ്ടുപേരും അവിടേക്ക് വരികയാണ്. എയ്സ് പറയും, ഞാനാണ് ഫസ്റ്റ് എത്തിയത്, ഇവളെന്റെ മുതുകിൽ കയറിയിരുന്ന് ചീറ്റിംഗ് ചെയ്തതാണ്. അതിനുശേഷം നമ്മുടെ എയ്സും പച്ചപ്പെണ്ണും അവർ രണ്ടുപേരും ടീച്ചറിന്റെ അടുത്തേക്ക് വരും. അവരുടെ തൊട്ടു പുറകിലായിട്ട് ആ ബീസ്റ്റിന്റെ മുകളിൽ ജിമ്മനും നമ്മുടെ ഹീറോയും അവരിപ്പോ അവിടേക്ക് ഫ്ലൈ ചെയ്ത് വരികയാണ്. ടീച്ചർ ആ ബീസ്റ്റിനെ കണ്ട് അത് അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും നമ്മുടെ ഹീറോ 32 പല്ലൊക്കെ കാണിച്ച് ചിരിച്ച് കൈയൊക്കെ വീശി കാണിക്കുന്നത് ടീച്ചർ കാണുക. ടീച്ചർ പോലും ഒരു സെക്കൻഡ് അത്ഭുതപ്പെട്ട് അത് നോക്കും. സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇപ്പൊ ഹീറോയോട് ഭയങ്കരമായിട്ട് ഒരു റെസ്പെക്ട് തോന്നും. പക്ഷെ ടീച്ചർക്കാണെങ്കിൽ അതൊന്നും തീരെ ഇഷ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്, സോ നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കും. അതിനുശേഷം ഒരു ബേർഡിനെ വിളിച്ച് അവർ സ്റ്റുഡൻസിനോട് പറയും, ഈ ഒരു ബേർഡാണ് നിങ്ങൾക്ക് റാങ്കിങ് തരാം. ടീച്ചർ ആണെങ്കിൽ ഓരോരുത്തരോടും അതിന്റെ പോക്കറ്റിൽ കൈയിടാൻ പറയും. നമ്മുടെ ആൾക്കാർ ലേറ്റായി വന്നതുകൊണ്ട് ഏറ്റവും അവസാനം അവരോടും കൈയിടാനായിട്ട് പറയും. ഇവിടെ ജിമ്മനാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നും. താങ്ക് യു വെരി മച്ച്. നീ കറക്റ്റ് ടൈം വന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കാനായത്. നിന്നോട് ഞാൻ പറഞ്ഞതും ചെയ്തതിനും എല്ലാം ക്ഷമ ചോദിക്കുന്നു. നിന്നെയും ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് ഞാൻ അംഗീകരിക്കുകയാണ്. ഇവിടെ ആസിനാണെങ്കിൽ 4th റാങ്ക് ആയിരിക്കും കിട്ടുക. പച്ചമുടി പെണ്ണ് ക്ലാരയ്ക്ക് അവൾക്ക് 3rd റാങ്ക് കിട്ടും. അങ്ങനെ 2nd, 3rd, 4th എന്നിങ്ങനെ ഒരുപാട് പേർക്ക് ഓരോരോ റാങ്കിങ് കിട്ടും. അതിനുശേഷം ഇപ്പൊ ജിമ്മന്റെ ഊഴം വരികയാണ്. അവന് കിട്ടുക 2nd റാങ്ക് ആണ്. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഓൾമോസ്റ്റ്
അടുത്തെത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്ക് ഫസ്റ്റിലേക്ക് എത്താൻ പറ്റും. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിന്റെ പോക്കറ്റിൽ കൈയിടും. എല്ലാവരും ആകാംക്ഷയോട് കൂടെ ആ പക്ഷിയെ നോക്കുകയാണ്. ആ പക്ഷിയെ ഹീറോ എന്തെങ്കിലും ചെയ്യോ, അതിനെന്തെങ്കിലും സംഭവിക്കോ എന്നായിരിക്കും അവരുടെ ചിന്ത. അതിന് ടീച്ചർ പറയും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതിൽ ടച്ച് ചെയ്ത അവന്റെ റാങ്കിങ് മാത്രമായിരിക്കും അവന് കിട്ടാന്ന് പറയേണ്ട താമസം. അടുത്ത നിമിഷം ആ പക്ഷിയാണെങ്കിൽ ഒച്ചത്തിൽ കരയാണ്. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ആ പക്ഷി അതിപ്പോ കുതിറി മാറി മുകളിലേക്ക് പറന്നു പോവും. ഹീറോ നിലവിളിക്കും, ഹലോ പ്ലീസ്, എന്റെ റാങ്കിങ് അതെങ്കിലും ഒന്ന് തന്നിട്ട് പോ. ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ ഹീറോയെ കണ്ട് ഫ്രീസ് ആവുകയാണ്. കാരണം ഹീറോയുടെ കയ്യിൽ ഒരു റിങ്. ടിമ്മം വീണ്ടും ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അവൻ ആ സ്ക്രോളിൽ വായിച്ച ചില കാര്യങ്ങൾ അവന്റെ മനസ്സിലൂടെ കടന്നു പോവാണ്. ഡീമൺ കിങ് അവന് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും, വളരെ ലോയലായിരിക്കും, എല്ലാവരെയും അവന് ഹീൽ ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലെഴുതിയിട്ടുണ്ട്. ടാലമൻ റിങ് അവന്റെ കയ്യിലുണ്ടാവും. അതെല്ലാം ഓർത്ത് ഇപ്പൊ എല്ലാവരും പേടിച്ച് അവന്റെ കയ്യിലേക്ക് നോക്കും. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ ആ റിങ് അത് അഴിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഹീറോ സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് വരെ അവരിപ്പോ പേടിച്ച് ദൂരേക്ക് മാറും. ഹീറോ അവന്റെ വിരലിലേക്ക് നോക്കും. അവിടെ ഒരു വലിയ മോൺസ്റ്റർ. അതിനെ കണ്ട് ഹീറോ നോ എന്നലറി വിളിച്ച് എല്ലാവരോടും അതെങ്ങനെയെങ്കിലും ഒന്ന് ഊരിത്തരാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷെ സ്റ്റുഡൻസും ടീച്ചേഴ്സും അടക്കം എല്ലാവരും ഇപ്പൊ പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടും. ആ മോൺസ്റ്റർ ആണെങ്കിൽ വലിയ ഒച്ചത്തില് ശബ്ദം ഉണ്ടാക്കും. ഹീറോയ്ക്ക് മാത്രം ആ ശബ്ദം കറക്റ്റായിട്ട് കേൾക്കില്ല. പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും ആ ശബ്ദം താങ്ങാൻ കഴിയാതെ ബോധം കെട്ട് താഴെ വീഴും. ഹീറോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിനെ സമാധാനിപ്പിക്കുകയാണ്. അത് കണ്ട് നമ്മുടെ പച്ചമുടി പെണ്ണ് അവള് പാട്ടൊക്കെ പാടി അതിനെ ഒന്ന് ചില്ലിയേൽപ്പിക്കും. ജിമ്മൻ പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിനെ വളരെ സിമ്പിളായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് വരും. അതാണെങ്കിൽ നൈസായിട്ട് അവനെ ടച്ച് ചെയ്യും. അടുത്ത സെക്കൻഡിൽ വീണ്ടും അവന് ബോധം നഷ്ടമായിട്ട് താഴേക്ക് വീഴും. അത് കഴിഞ്ഞ് ആസ് ഇപ്പോ അതിൻ്റെ അടുത്തേക്ക് വരും. അത് ജിമ്മനെ തൊട്ടതുപോലെ ആസിനെയും തൊട്ട് അങ്ങനെ ബോധം കെടുത്തി താഴേക്ക് ഇടുകയാണ്. അവസാനം ടീച്ചർ ആണെങ്കിൽ അതിനെ പിടിക്കാനായിട്ട് അതിൻ്റെ അടുത്തേക്ക് വരും. ഉടനെ അവൻ അതിനെ തൊടേണ്ട താമസം ആ ഒരു ഡീമൻ ഇപ്പൊ ടീച്ചറിന്റെ കൈ രണ്ടായിട്ട് വെട്ടും. ടീച്ചറിനാണെങ്കിൽ സ്പെഷ്യൽ പവർ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ആ കൈ റീജനറേറ്റ് ചെയ്യുകയാണ്. അവൻ വീണ്ടും ആ ഡീമനെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോയുടെ ഗ്രാൻഡ്പ അവരവിടേക്ക് വന്ന് ആ ടീച്ചറിനെ പിടിച്ചു മാറ്റും. നീ എന്തായി ചെയ്യണേ? നീ ആ ഡീമനെ തൊടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ അപകടം ഉണ്ടാവുക എന്റെ ഗ്രാൻഡ് സണ്ണിനാണ്. അതിന് ടീച്ചർ പറയും, ബാക്കിയുള്ള സ്റ്റുഡൻസിനെ അവരെങ്കിലും എനിക്ക് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത്. ഗ്രാൻഡ്പ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഒരു പ്രത്യേക മാജിക് ഉപയോഗിച്ച് ആ ഡീമൺ ബീസ്റ്റിനെ ആ റിങ്ങിലേക്ക് തിരികെ അയക്കും. ഗ്രാൻഡ് ആ റിങ് എടുത്ത് കാണിച്ച് പറയും, ആക്ച്വലി ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റിങ് ആണ്. ഇതിൽ നിനക്ക് എത്ര വേണമെങ്കിലും മാജിക് അബ്സോർബ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമായിട്ടുള്ള മാജിക്സ് അതിന് കൊടുത്താൽ മതി, അതൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അതിനുശേഷം ഗ്രാൻഡ്പ വളരെ സീക്രട്ടായിട്ട് അവനോട് പറയും, നീ ഒരു ഹ്യൂമൻ ബീങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പല ചേഞ്ചസും നിനക്ക് സംഭവിക്കുന്നത്. ടെൻഷൻ ആവണ്ട, എല്ലാം ഓക്കെ ആവെന്ന് പറഞ്ഞ് ഗ്രാൻഡ്പ അവനെ സമാധാനിപ്പിക്കും. അതിനുശേഷം എല്ലാവരും ഹാപ്പിയായി ഒരു സെൽഫി ഒക്കെ എടുക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ ഗ്രാൻഡ്പ ലോവസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ഫസ്റ്റ് റാങ്ക് കൊടുക്കാണ്. പക്ഷെ അതിൽ ഹീറോയ്ക്ക് യാതൊരു വിഷമവും ഇല്ല. ആസിനാണെങ്കിൽ ഭയങ്കരമായിട്ട് അത് കേട്ട് ടെൻഷനാവും. ഇത്രയും പവറൊക്കെ ഉള്ള എന്റെ മാസ്റ്ററിന് എങ്ങനെ ഇത്രയും ലോവസ്റ്റ് റാങ്ക് കിട്ടി? ഹീറോ ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. പക്ഷെ അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം വരുന്ന മറ്റൊരു കാര്യം അവിടെ നടക്കുകയാണ്. ആ സ്കൂൾ മുഴുവൻ നമ്മുടെ ഹീറോയുടെ സ്റ്റോറി അത് കാട്ടുതീ പോലെ പടരും. ആസിനെയും നമ്മുടെ ജിമ്മനെയും എല്ലാവരെയും തോൽപ്പിച്ചത് അതിപ്പോ ആ സ്കൂളിലുള്ള സ്റ്റുഡൻസ് മുഴുവൻ ന്യൂസിൽ വായിച്ചറിയാണ്. ഹീറോയ്ക്കും അതൊക്കെ കണ്ട് കുറച്ച് സന്തോഷാവും. പക്ഷെ അവന്റെ മനസ്സിൽ ഇപ്പോഴും അവനൊരു ഹ്യൂമൻ ആണ് എന്നുള്ള പേടിയുണ്ട്. ഒരു കാരണവശാലും ഈ ഒരു രഹസ്യം അതാരും അറിയാൻ പാടില്ല എന്നവൻ മനസ്സിൽ പറഞ്ഞുറപ്പിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.